അങ്ങനെ യാദൃച്ഛികമായി കൗരവ പാണ്ഡവരുടെ ഗുരുവായി തീർന്ന ദ്രോണർ കുമാരന്മാരെ പല വിധത്തിലുള്ള അസ്ത്രവിദ്യകൾ പഠിപ്പിക്കുന്നു. ദ്രോണാചാര്യരുടെ അസ്ത്രവിദ്യാ മികവും അധ്യാപന നൈപുണ്യത്തെയും കേട്ടറിഞ്ഞ് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും രാജകുമാരന്മാരൊക്കെ അവിടേക്ക് ധാരാളം എത്തിക്കൊണ്ടിരുന്നു. ഏറെ പ്രാധാന്യമുള്ള ഒരാൾ അവിടെ അസ്ത്രവിദ്യ പഠിക്കുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കുന്തിദേവി കന്യകയായിരുന്നപ്പോൾ സൂര്യദേവനാൽ ജനിച്ച കർണൻ. അപമാനം ഭയന്ന് കുന്തിദേവി ഗംഗാനദിയിൽ ഒഴുക്കിവിട്ട ആ കുഞ്ഞ് ഇപ്പോൾ തേരാളിയായ അതിരഥന്റെ പുത്രനായി അവിടെ എത്തി. എല്ലാവരും അസ്ത്രവിദ്യ പഠിക്കുന്നുണ്ടെങ്കിലും ഒന്നാമനായി നിന്നത് അർജുനൻ തന്നെയായിരുന്നു. ദ്രോണാചാര്യർ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ എത്ര വേഗമാണെന്നോ അർജുനൻ ഹൃദിസ്ഥമാക്കുന്നത്. വില്ല് കുലയ്ക്കുന്നതിലും അസ്ത്രം തൊടുത്തുവിടുന്നതിലുമൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളും ഭംഗിയും അർജുനൻ പ്രകടിപ്പിച്ചു. അർജുനന്റെ അസ്ത്രവിദ്യയിലുള്ള പ്രത്യേകതകൾ ദ്രോണാചാര്യർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഭാവിയിൽ അർജുനൻ എല്ലാം തികഞ്ഞ ഒരു വിലാളി വീരനായി മാറും എന്ന് ദ്രോണർ മനസ്സിൽ കരുതി. ഒരു ദിവസം ദ്രോണാചാര്യർ ഓരോ കമണ്ഡലു ശിഷ്യന്മാർക്ക് നൽകി. ഉടൻ തന്നെ ജലം കൊണ്ടുവരിക ദ്രോണാചാര്യർ ആജ്ഞാപിച്ചു. ഒരു കുടം തന്റെ മകനായ അശ്വത്ഥാമാവിന്റെ കയ്യിലും ദ്രോണർ കൊടുത്തു. അശ്വത്ഥാമാവിന് മറ്റു ചില ജോലികൾ കൂടി ദ്രോണാചാര്യർ ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും ജലമെടുക്കുവാൻ വേണ്ടി നദീതീരത്തേക്ക് പോയി. പക്ഷേ അർജുനൻ വരുണാസ്ത്രത്താൽ ജലം വരുത്തി പെട്ടെന്ന് തന്നെ കുടം നിറച്ച് ഗുരുവിന് നൽകി. എന്നിട്ട് ഗുരുപുത്രനായ അശ്വത്ഥാമാവിനെ അർജുനൻ ജോലിയിൽ സഹായിച്ചു. ഈ കാഴ്ച കണ്ട് ദ്രോണാചാര്യർക്ക് വലിയ സന്തോഷമായി. അതുമാത്രമല്ല, ഗുരുശുശ്രൂഷയിലും അർജുനൻ ഏറെ തൽപരനായിരുന്നു. ദ്രോണാചാര്യർ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അർജുനൻ മനസ്സിലാക്കിയെടുക്കും. അർജുനന്റെ ഗുരുഭക്തിയും പഠന മികവുമൊക്കെ കൊണ്ട് ദ്രോണാചാര്യർക്കും അർജുനനെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ആത്മാർത്ഥമായ ഒരു ഗുരുശിഷ്യ ബന്ധം അവിടെ ഉടലെടുത്തു കഴിഞ്ഞു. ഒരു ദിവസം രാത്രി ഗുരുവും ശിഷ്യന്മാരുമെല്ലാം ഗാഠനിദ്രയിൽ. അപ്പോഴാണ് ഒരു വില്ലിന്റെ ഞാണൊലി തുടരെ തുടരെ കേൾക്കുന്നത്. ആ ശബ്ദം കേട്ട് ദ്രോണാചാര്യർ ഞെട്ടി ഉണരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അവിടെ ദ്രോണർ കണ്ട കാഴ്ച എന്താണെന്നല്ലേ? ഇരുട്ടത്ത് നിന്നുകൊണ്ട് അർജുനൻ അസ്ത്രമയച്ചു പഠിക്കുന്നു. മറ്റുള്ള തന്റെ ശിഷ്യന്മാരെല്ലാം ഗാഠനിദ്രയിലാണ്. സുഖമായി ഉറങ്ങേണ്ട ആ രാത്രിയിൽ പോലും അർജുനൻ അസ്ത്രങ്ങളയച്ചു പരിശീലിക്കുന്നു. ഇതിൽ പരം എന്തു സന്തോഷമാണ് ഒരു ഗുരുവിന് ഉണ്ടാവേണ്ടത്? ദ്രോണാചാര്യർ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി അർജുനനെ ഗാഠം പുണർന്നു. ദ്രോണാചാര്യർ പറഞ്ഞു, അർജുന, ഈ ലോകത്ത് നിന്നോടൊപ്പം നിൽക്കുവാൻ ആരുമില്ലാത്ത വിധം നിന്നെ ഞാനൊരു വില്ലാളി വീരനാക്കി മാറ്റും. ഗുരുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് അർജുനനും ഏറെ സന്തോഷമായി. താനും മനസ്സിലാഗ്രഹിക്കുന്ന കാര്യം അത് തൻ്റെ ഗുരുവിനും മനസ്സിലായിരിക്കുന്നു. ഇനി ഏറെ ഏകാഗ്രതയോടെ ആത്മനിഷ്ഠയോടെ പുതിയ പുതിയ ആയുധവിദ്യാ പാഠങ്ങൾ പഠിച്ചെടുക്കണം. അസ്ത്രവിദ്യയിൽ ഈ അർജുനനൊപ്പം നിൽക്കുവാൻ ആരുമുണ്ടാകരുത്. അർജുനൻ അങ്ങനെ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നു. കൂടുതൽ ഏകാഗ്രതയോടെ അർജുനൻ ദ്രോണാചാര്യരിൽ നിന്നും വിദ്യകൾ ഒന്നൊന്നായി പഠിച്ചെടുക്കുന്നു. ഒരു ദിവസം നിഷാദ രാജാവായ ഹിരണ്യധനുസിന്റെ പുത്രൻ ഏകലവ്യൻ ദ്രോണരുടെ അടുത്തെത്തുന്നു. ഏകലവ്യൻ പറഞ്ഞു, മഹാത്മൻ, അങ്ങയുടെ കീഴിൽ എനിക്ക് അസ്ത്രവിദ്യകൾ പഠിക്കുവാൻ ആഗ്രഹമുണ്ട്. ദയവായി അങ്ങനെ ശിഷ്യനായി സ്വീകരിച്ചാലും. പക്ഷേ ഏകലവ്യന്റെ ഈ അപേക്ഷ ദ്രോണാചാര്യർ സ്വീകരിച്ചില്ല. അതിന് കാരണമുണ്ട്. ക്ഷത്രിയ രാജകുമാരന്മാർക്കൊപ്പം ഒരു കാട്ടാളനെ ശിഷ്യനായി സ്വീകരിക്കുവാൻ ദ്രോണർ മടിച്ചു. എങ്കിലും ഏകലവ്യൻ ദ്രോണരെ തന്നെ ഗുരുവായി മനസ്സിൽ ധ്യാനിച്ച് ഏറെ വിഷമത്തോടെ മടങ്ങിപ്പോന്നു. കാട്ടിൽ ചെന്ന ഏകലവ്യൻ ആദ്യം ചെയ്തത് ദ്രോണാചാര്യരുടെ ഒരു രൂപം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചെടുക്കുക എന്നതായിരുന്നു. അങ്ങനെ ആ പ്രതിമയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഏകലവ്യൻ അസ്ത്രവിദ്യകൾ സ്വയം പരിശീലിക്കുന്നു. ദ്രോണാചാര്യർ തന്നെ ശിഷ്യനായി സ്വീകരിച്ചില്ല എങ്കിലും മനസ്സിൽ തൻ്റെ ഗുരു ദ്രോണാചാര്യർ തന്നെയായിരുന്നു. ഗുരുസാമീപ്യത്തിനായി ദ്രോണാചാര്യരുടെ മൺപ്രതിമയും. അങ്ങനെ അടങ്ങാത്ത ഗുരുഭക്തിയുടെ ഫലമായി ഏകലവ്യൻ അസ്ത്രാഭ്യാസത്തിൽ ഏറെ വിദഗ്ധനായി തീർന്നു. ഈ സംഭവമൊന്നും ദ്രോണാചാര്യർ അറിഞ്ഞതേയില്ല. അദ്ദേഹം കൗരവ പാണ്ഡവ കുമാരന്മാരുടെ ഗുരുവായി തൻ്റെ അധ്യാപനം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ദ്രോണാചാര്യരുടെ നിർദ്ദേശമനുസരിച്ച് രാജകുമാരന്മാർ നായാട്ടിനായി പുറപ്പെടുന്നു. അങ്ങനെ കാട്ടിൽ വെച്ച് അർജുനന്റെ നായ കാട്ടാളവേഷധാരിയായ ഏകലവ്യനെ കാണുന്നു. നായ കുരച്ചുകൊണ്ട് ഏകലവ്യന്റെ അടുത്തേക്ക് ചെന്നു. ഏകലവ്യൻ എന്താണ് ചെയ്തതെന്നോ? കുരയ്ക്കുന്ന നായുടെ വായിലേക്ക് 7 ശരങ്ങൾ അതിവേഗതയോടെ എയ്തുകൊള്ളിച്ചു. വായിൽ അമ്പുകളുമായി ആ നായ പാണ്ഡവരുടെ അടുത്തേക്ക് ഓടിയെത്തി. നായയുടെ ഈ അവസ്ഥ കണ്ട് പാണ്ഡവർ അമ്പരന്നുപോയി. അർജുനന് അത്ഭുതവും ദുഃഖവും ഒന്നുപോലെ തോന്നി. അതിന് കാരണമുണ്ട്.
അസ്ത്രവിദ്യയിൽ അതിവിദഗ്ധനായ ഒരാൾക്ക് മാത്രമേ നായയുടെ വായിലേക്ക് ഒരേ സമയം 7 അസ്ത്രങ്ങൾ തൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ഈ അസ്ത്രങ്ങൾ അയച്ച വ്യക്തി തന്നേക്കാൾ വീരനാണ്. അതായിരുന്നു അർജുനന്റെ ദുഃഖം. ആ വ്യക്തിയുടെ കൈവേഗത എത്രയെന്ന് അർജുനന് ഊഹിക്കാൻ കഴിയുമായിരുന്നു. തന്നേക്കാൾ സമർത്ഥനായ ഒരാൾ എവിടെയോ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം അർജുനന്റെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്തു. നായയുടെ വായിലേക്ക് 7 ശരങ്ങൾ ഒന്നുപോലെ എയ്തുവിട്ട ആ വ്യക്തി ആരാണ്? അതറിയുവാൻ അർജുനനും ദ്രോണാചാര്യർക്കും ഏറെ തിടുക്കമായി. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ അവർ ഏകലവ്യനെ കണ്ടുമുട്ടുന്നു. നീ ആരാണെന്ന ചോദ്യത്തിന് ഏകലവ്യൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഞാൻ ദ്രോണാചാര്യരുടെ ശിഷ്യനായി ആയുധവിദ്യകൾ പഠിക്കുന്ന നിഷാദ രാജകുമാരൻ ഏകലവ്യൻ. ഏകലവ്യന്റെ ഈ വാക്കുകൾ കേട്ട് എല്ലാവരും അത്ഭുത സ്തബ്ധരായി നിന്നുപോയി. ദ്രോണാചാര്യർക്കാണ് ഏറെ വിസ്മയം തോന്നിയത്. അർജുനൻ ചിന്തിച്ചു, ഗുരുവിന് തന്നേക്കാൾ മികച്ച മറ്റൊരു ശിഷ്യനോ? അർജുനന്റെ മുഖം രക്തശൂന്യമായി തീർന്നു. ദ്രോണാചാര്യർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദുഃഖവും നിരാശയും പൂണ്ട് തകർന്നു നിൽക്കുന്ന അർജുനനെ കണ്ട് ദ്രോണാചാര്യർക്കും വല്ലാത്ത ദുഃഖം തോന്നി. ഈ ലോകത്തിൽ അർജുനനൊപ്പം നിൽക്കുവാൻ മറ്റൊരാൾ ഉണ്ടാവില്ലെന്ന് താൻ അർജുനന് വാക്കുകൊടുത്തതാണ്. പക്ഷെ ഇപ്പോൾ ഈ സംഭവം, ഇതിന് എന്ത് പോംവഴിയാണ് കാണേണ്ടത്? ദ്രോണാചാര്യർ ആലോചിക്കുന്നു. അർജുനന്റെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ ദ്രോണാചാര്യർ ഏകലവ്യന്റെ അരികിലേക്ക് മെല്ലെ നടന്നെടുക്കുന്നു. ഏകലവ്യന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ദ്രോണാചാര്യർ ചോദിച്ചു, നീ എൻ്റെ ശിഷ്യനാണെന്നല്ലേ പറഞ്ഞത്? ഏകലവ്യൻ കരങ്ങൾ കൂപ്പിക്കൊണ്ട് വിനയത്തോടെ പറഞ്ഞു, അതേ മഹാഗുരു, ഞാൻ അങ്ങയുടെ ശിഷ്യൻ തന്നെയാണ്. അങ്ങെന്നെ അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചില്ല എങ്കിലും ഞാൻ അങ്ങയെ ഗുരുവായി മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ നിർമ്മിച്ച അങ്ങയുടെ ഈ മൺപ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ അസ്ത്രവിദ്യകൾ സ്വയം പഠിച്ചെടുത്തു ഗുരു. ഏകലവ്യന്റെ ഈ വാക്കുകൾ ഒരു നിമിഷം ദ്രോണാചാര്യരുടെ മനസ്സിനെ ഉലച്ചുവെങ്കിലും അർജുനന്റെ മുഖത്തേക്ക് ദ്രോണാചാര്യർ നോക്കി. അർജുനന് കൊടുത്ത വാക്ക്. പക്ഷെ ഇപ്പോഴിതാ അർജുനനേക്കാൾ മികച്ച മറ്റൊരു വീരൻ, അതും തൻ്റെ ശിഷ്യൻ എന്നവകാശപ്പെട്ടുകൊണ്ട്. ദ്രോണർ ഒന്ന് തീർച്ചപ്പെടുത്തി. ഗുരുവായ തന്നെ കണ്ട് ഭക്തിയോടെ വിനയത്തോടെ കരങ്ങൾ കൂപ്പി നിൽക്കുന്ന ഏകലവ്യനോട് ദ്രോണാചാര്യർ ചോദിച്ചു, നീ എൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നു. ശരി, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ അസ്ത്രവിദ്യകളെല്ലാം നീ പൂർത്തിയാക്കിയെങ്കിൽ ഗുരുവിന് ഗുരുദക്ഷിണ നൽകേണ്ടതുണ്ട്. നിനക്കതറിയാമോ? ഗുരുവിൻ്റെ ഈ ചോദ്യം കേട്ട് ഏകലവ്യൻ സന്തോഷത്തോടെ പറഞ്ഞു, അറിയാം ഗുരു, അറിയാം. അങ്ങേക്ക് എന്ത് ഗുരുദക്ഷിണയാണ് ഞാൻ നൽകേണ്ടത്? അങ്ങ് പറഞ്ഞാലും, അങ്ങ് ആവശ്യപ്പെടുന്നതെന്തും തരുവാൻ ഈ ഏകലവ്യൻ തയ്യാറാണ്. ഗുരു, അങ്ങ് പറഞ്ഞാലും ഞാൻ എന്ത് ഗുരുദക്ഷിണയാണ് അങ്ങേക്ക് നൽകേണ്ടത്? ഏകലവ്യന്റെ ഈ വാക്കുകൾ കേട്ട ദ്രോണാചാര്യർ ഗുരുദക്ഷിണ ചോദിക്കുക തന്നെ ചെയ്തു. ഇന്നേ വരെ ആരും ചോദിക്കാത്ത ഒരു ഗുരുദക്ഷിണ. ഏകലവ്യ, നീ എൻ്റെ ശിഷ്യനാണെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുന്ന ഗുരുദക്ഷിണ മറ്റൊന്നുമല്ല. നിന്റെ വലത്തെ കൈയിലെ പെരുവിരൽ, അതാണ് എനിക്ക് വേണ്ടത്. ഇത് കേട്ട് ഏകലവ്യൻ ഒരു ഭാവഭേദവും കൂടാതെ തൻ്റെ ശരം കൊണ്ട് ആ നിമിഷം തന്നെ വലത്തെ കൈയിലെ പെരുവിരൽ മുറിച്ചു മാറ്റി. രക്തം കുതിച്ചൊഴുകുന്നു. ആ പെരുവിരൽ ഒരു ഇലയിലാക്കി വെച്ച് തൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ പെരുവിരൽ ഗുരുദക്ഷിണയായി നൽകി ഏകലവ്യൻ തൊഴുതു നിന്നു. അതിരുകളില്ലാത്ത ആ ഗുരുഭക്തിയുടെ മുന്നിൽ ദ്രോണാചാര്യർ പോലും ഒരു നിമിഷം പതറിപ്പോയി. വലത്തെ കൈയിലെ പെരുവിരൽ നഷ്ടപ്പെട്ടു പോയാൽ അവിടെ അവസാനിച്ചു ആയുധാഭ്യാസിയുടെ അസ്ത്രപ്രകടനങ്ങൾ. അതുതന്നെയാണ് ദ്രോണാചാര്യർ ലക്ഷ്യം വെച്ചതും. തൻ്റെ പ്രിയ ശിഷ്യൻ അർജുനനു വേണ്ടി ദ്രോണാചാര്യർ മറ്റൊരു വില്ലാളി വീരനെ ഇല്ലാതെയാക്കി. എങ്കിലും അർജുനനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏകലവ്യനും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നത് യാഥാർത്ഥ്യം.